ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു വ്യക്തി ലഹരിക്ക് അടിമയോ അല്ലെങ്കിൽ മദ്യത്തിന് അടിമയോ ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവക്കും. എന്നാൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയ വ്യക്തിയോട് വൈരാഗ്യം തോന്നി ആ വ്യക്തിയെ കൊല്ലുകയോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അതും സംഭവിച്ചു കഴിഞ്ഞു. വേറെ എവിടെയുമല്ല, കേരളത്തിൽ തന്നെ, താമരശ്ശേരിക്ക് അടുത്തായി. കാര്യം വേറെ ഒന്നുമല്ല, സ്വന്തം ജ്യേഷ്ഠൻ സ്വന്തം അനുജനെയാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ കാര്യം ഇങ്ങനെയാണ്. ജ്യേഷ്ഠൻ ലഹരി മരുന്നിന് അടിമയായിരുന്നു. അതറിഞ്ഞ അനുജൻ എന്ത് ചെയ്തു? സ്വന്തം ചെലവിൽ ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. എന്നാൽ അതിന് പകമൂത്ത് ഒരു അമ്പലത്തിൽ പോയി അവിടുന്ന് കത്തിയെടുക്കുകയും അനുജനെ തലക്ക് വെട്ടുകയുമാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ കാണുകയും അതിനെ പിടിച്ചു മാറ്റി ആ ഒരു അനുജനെ ഹോസ്പിറ്റലാക്കുകയും പോലീസിനെ അറിയിച്ച് ജ്യേഷ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ചെമ്മനംശ്ശേരി അർജുനാണ് സ്വന്തം അനുജനായിട്ടുള്ള അഭിനവിനെ വെട്ടിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കലാണ് പതിവ്. ഇനി ക്രമേണ അതും നിൽക്കും. കാരണം ജീവനിൽ എല്ലാവർക്കും ഭയമുണ്ടാവുമല്ലോ. ഇതേപോലെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ പകവച്ച് തിരിച്ചു വന്നിട്ട് കൊല്ലില്ല എന്ന് ആര് കണ്ടു? എന്നിട്ടോ ഒരു ഭാഗത്ത് നിന്ന് നമ്മളുടെ മുഖ്യൻ പറയുകയാണ് ക്രൈംസ് സ്റ്റേറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എന്താ ഇതിനൊക്കെ പറയാ? നമുക്കറിയാം, ലഹരി മരുന്ന് ഇവിടെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു 2 കിലോ 1 കിലോ അല്ലെങ്കിൽ 1 കിലോന്റെ താഴെ ഉള്ള ഒരു എമൗണ്ട് ആണ് ഇവിടെ വരുന്ന ലഹരി. അതും കഞ്ചാവോ അല്ലെങ്കിൽ MDM ഒക്കെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഇതിന്റെ വലിയ സോഴ്സ്, അതായത് ഇതിന്റെ മെയിൻ കാരിയേഴ്സ് ഉണ്ടാവും. അവരെ ഇതുവരെ പിടിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ലഹരി മരുന്ന് വിൽക്കുന്നവരെ ന്യായീകരിക്കുന്നതല്ല, പക്ഷെങ്കിൽ ലഹരി മരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കേസസിൽ അറസ്റ്റ് ചെയ്യുന്ന പകുതിയിൽ കൂടുതൽ പേരും അന്നുള്ള പാവപ്പെട്ട ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി വിൽക്കുന്ന ആളുകളെ മാത്രം. എന്തുകൊണ്ടാണ് വലിയ വലിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വലിയ വലിയ സപ്ലൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കാത്തത്? നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ന്യൂസസിൽ കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവും അല്ലെങ്കിൽ MDMA ഒക്കെ പിടിക്കുന്നതൊക്കെ നമ്മൾ കാണാം. എന്നാൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിലാണ്. അതായത് 1 കിലോ 2 കിലോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ കിലോഗ്രാമിലൊക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരു 10 ഗ്രാം കഞ്ചാവ് പിടിച്ചത് ഒരു 100 കിലോ പിടിച്ച ആ ഒരു പ്രതിനിധിയിലാണ് ഇവിടെ പോലീസ് അതിനെ പുറത്ത് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അതിന് എത്ര ഹൈപ്പ് കൊടുക്കുന്നത്? ഒരു 10 ഗ്രാമിന് 10 ഗ്രാം ആയാലും തെറ്റ് തന്നെയാണ്, അതല്ല എന്ന് പറയുന്നില്ല. ഇത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെട തന്നെ ചെയ്യണം. പക്ഷെങ്കിൽ ഈ ചെറിയ ചെറിയ ഗ്രാം മാത്രം പിടിക്കാതെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി പിടിക്കാതെ വലിയ വലിയ ക്വാണ്ടിറ്റീസ് എന്തുകൊണ്ടാണ് പിടിക്കാൻ സാധിക്കാത്തത്? പിന്നെ പോലീസിനും എക്സൈസിനെയും കുറ്റം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതുപോലെ ഡീൽസ് ചെയ്യുന്ന ആളുകൾ വലിയ മാഫിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. നമ്മളെ പോലീസുകാർക്ക് എന്താണുള്ളത്? ഭൂരിപക്ഷം പേർക്കും ലാത്തിയാണ്. പിന്നെ ഏതാണ്ട് കുറച്ച് പോലീസുകാർക്ക് തോക്ക് കൈമേൽ ഉണ്ടാവുമായിരിക്കും. അത് വെച്ചിട്ട് അത്രയും വെപ്പണൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മുന്നിൽ പോകാൻ വേണ്ടിട്ട് അവർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സർക്കാർ അവരെ എക്യുപ്പ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ ഫെസിലിറ്റീസ് അവർക്ക് വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഈ ലഹരിയുടെ പ്രശ്നം ഓരോ ദിവസവും കഴിയുന്നതിനെ നമ്മളുടെ സൊസൈറ്റിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം ഈ ഒരു ട്രാപ്പിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയെയോ ഉമ്മയെയോ ആരും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത്. കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് +1 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതൊരു ഭയാനകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.